ആംബിയർ ഭയങ്കര മാറ്റമുണ്ട്. 15 ആംബിയറാണ് മുന്നേ മാക്സിമം. അതിന്റെ മേലേക്ക് കണ്ടിട്ടില്ല. 24, 26 ആംബിയറിന്റെ അടുത്ത് ഇപ്പൊ മാക്സിമം അത് എന്റെ ഒരു കാൽക്കുലേഷൻ. അന്നെ കുത്തുമ്പോ എനിക്ക് വേദനിക്കൂല. അതെ. ഓക്കെ, നമ്മളെ കടന്നലുണ്ടായതുകൊണ്ട് എന്നോട് പറയണു ഒന്നുകൂടി അടുത്തേക്ക് വെക്കുമോ. അല്ല, നവാസിനെ കുത്തിക്കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കൂല അറിയാം. ജോർജ് ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് കൊമ്പിടിഞ്ഞാക്കൽ അല്ലെ? അതെ, കൊമ്പിടിഞ്ഞാമാക്കൽ ഓക്കെ എന്ന സ്ഥലത്താണ്, ചാലക്കുടി അടുത്ത് എന്ന സ്ഥലത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് ഒരുപാട് വർഷം മുമ്പേ അവര് ഡെവലപ്പറാണ്, സോളാറിൻ്റെ ഒരു ഡെവലപ്പറും കൂടിയാണ്. ഞാൻ കാണിച്ചു തരാം. അതിൽ 180 വാട്ടിൻ്റെ 5 പാനലും 150 വാട്ടിൻ്റെ പോളിക്രിസ്റ്റലും മറ്റൊന്ന് മോണോപർക്ക് പാനലും പിന്നെ 100 വാട്ടിൻ്റെ 2 പാനലും അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു 3 കിലോ വാട്ടാണ് ഈ 24 സിസ്റ്റത്തിൽ 3 കിലോ വാട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. 2 ബാറ്ററി വെച്ചിട്ട് 2 കിലോ വാട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു സിസ്റ്റം നമുക്ക് ഇവിടെ കംപ്ലൈൻറ്റുകൾ വന്നു കാരണം ഇവർക്ക് ഒരുപാട് പ്രയാസമുണ്ട്. നമ്മളും കുറച്ച് സമയമായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതിനായിട്ട് വരുമ്പോൾ നമുക്ക് എക്സ്പെൻസാണ്. അപ്പോൾ നമ്മൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഏതായാലും വന്ന് ഏകദേശം നമ്മൾ പാനലിൻ്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ അതിലെ ഡയോഡും കാര്യങ്ങളൊക്കെ ഷോർട്ട് കാര്യങ്ങളും ലൈറ്റിനിങ് പ്രോബ്ലങ്ങളൊക്കെ ആയിട്ട് ഏതായാലും നമ്മൾ എല്ലാം ചെയ്തതൊക്കെ സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളിതിൽ 100 വാട്ടിൻ്റെ 2 പാനലാണ് മാറ്റി വെക്കണം. കാരണം അതിൻ്റെ ഈ 180 വാട്ടിൻ്റെ കൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടോട്ടലി നമ്മളതിനെ ബാധിക്കും. അപ്പോൾ നമുക്ക് ടോട്ടലി ഇപ്പോൾ 150 വാട്ടിൻ്റെ ഒരു പാനൽ കൂടി ഉണ്ട്. അതിൽ ബാക്കി 180 വെച്ചിട്ടാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 സ്ട്രിങ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ 2-in-1 വെച്ചിട്ട് 4 സ്ക്വയർ കേബിളിൽ നമ്മൾ ചെയ്യുന്നതല്ല. എൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഒന്നും ഇങ്ങോട്ട് വരുന്നത് നമ്മൾ ജോർജേട്ടൻ്റെ വീട്ടിലാട്ടോ നമ്മൾ ചെയ്യുന്നത്. ജോർജേട്ടന് ഇപ്പോൾ എത്ര നാളായി ഇവിടെ നാട്ടിൽ? വിദേശത്തായിരുന്നു. ഞാൻ ബഹ്റിനിലായിരുന്നു ലാസ്റ്റ്. ഇവിടെ ആയിട്ട് ഇപ്പോൾ ഒരു 1.5-2 കൊല്ലാവാറായി. അപ്പോൾ എനിക്കൊരു സ്ട്രോക്ക് വന്നു. അതിലാണ് ഞാൻ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. അതെ, സോളാറിന്റെ ഒരു ഡെവലപ്പറും കൂടി ആയിരുന്നു കേട്ടോ. ഞാൻ 2012-13 നമ്മുടെ സോളാറിന്റെ വർക്ക് ചെയ്തിരുന്നതാണ്. ഓക്കെ, ഏതായാലും നമുക്കൊരു സന്തോഷം. നമ്മളൊരു മുമ്പത്തെ ഡെവലപ്പർ എന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷം. ഏതായാലും ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം കൂടി ഞാൻ അതിൽ പറഞ്ഞുതരാം. ഇവരെ വീടിന് ഒരു പ്രത്യേകത തന്നെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊക്കെ സാധാരണ ഒരു കല്ല് കെട്ടിയിട്ട് അല്ലെങ്കിൽ ഓളബ്രിക്ക് കെട്ടിയിട്ട് ചെയ്യുന്നതല്ലേ. ഇത് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വീടിന് അതിനെക്കുറിച്ച് സാറിന് പറയും. അതിൻ്റെ കൂടുതൽ ഇവിടെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ കാര്യം അവസാനിച്ച് താഴേക്ക് പോകാം. ഇവിടെ ഇപ്പോൾ നമ്മൾ കണക്ഷനൊക്കെ ചെയ്ത് ഇനി താഴെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. പിന്നെ നമ്മുടെ MPPT നമ്മുടെ ഇൻവെർട്ടറുകളൊന്നും അല്ല. മാക്സിമം നമുക്കത് പറ്റുന്നുണ്ടെങ്കിൽ അതന്നെ ഉപയോഗിക്കാം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് നോക്കിയപ്പോൾ ഇത് അവർ മുമ്പ് ഇവിടെ സ്ട്രക്ചർ ചെയ്താട്ടോ നല്ല ക്ലിയർ ആയിട്ട് ചെയ്തതാണ്. എല്ലാ സാഹചര്യങ്ങളും ചെയ്തത്. ഇത് നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് ഇത് നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ല. ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്തു. നോക്കി നോക്കും, അടുത്തൊന്ന് കാണിച്ചു കൊടുക്കും. ഇപ്പം ക്ലീൻ ചെയ്യാത്ത ഭാഗമാണ് കണ്ടല്ലേ. നോക്കി നോക്കും, അതിൻ്റെ മാറ്റങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നേ ഒരു 2 മാസമൊക്കെ കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതത്രേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ ഒരു നനച്ചിട്ട് നമ്മൾ സാധാരണ വീട്ടിലത്തെ മോപ്പുണ്ടല്ലോ, ആ മോപ്പ് കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ 3 പാനൽ സീരീസ് ആയിട്ട് 2 സ്ട്രിങ് ആയിട്ട് 4 സ്ക്വയറിൻ്റെ DC കേബിൾ താഴത്തേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നല്ല ക്ലിയറാണ്, നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഡീമെറിറ്റ് കൂടി ഞാൻ അവരോട് പറഞ്ഞു. അരിച്ച കാണിച്ചു കൊടുക്കും. നമ്മൾ വാട്ടർ ടാങ്കിൻ്റെ പൈപ്പ് കണ്ടില്ലേ, നമ്മൾ ഓവർഫ്ലോ പോകുന്നത്, ആ പൈപ്പ് ഇതിന് ഇങ്ങോട്ട് നല്ല നിഴൽ വരുന്നുണ്ട്. അപ്പം നമുക്ക് തോന്നുന്നു ചെറിയൊരു നിഴലല്ലേ അത് പ്രോബ്ലം. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പ്രയാസമാകുമ്പോൾ അതിൻ്റെ ആളുകൾ വരണം. അപ്പോൾ ഏതായാലും അത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിഴൽ വരുമ്പോൾ ഈ ഒരു സ്ട്രിങ്ങിനെ ഒരു 60-70% ബാധിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി താഴെ കൂടി കാണിച്ചിട്ട് ഞങ്ങൾ 1-2 ഇൻസ്റ്റാളിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നുണ്ടെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ. ഓക്കെ അതിൽ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഡയോഡിൻ്റെ കാര്യമാണ്. കാരണം അതിൽ കണക്ഷൻ വരുന്നില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഓരോ ഡയോഡ് ഓപ്പൺ ചെയ്ത് വെച്ച് നോക്കിയിട്ട് നമ്മൾ അതിൽ ഓംസിൽ നോക്കുക. നമുക്ക് ഷോർട്ട് നമുക്ക് അറിയാമല്ലോ. ഓക്കെ, അവിടെ നോക്കൂ, ഡയോഡ് ഷോർട്ടാണ്, 2 ഡയോഡ് ഷോർട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ പാനലിൽ ഇതിൽ കണക്ഷൻ കാണിക്കുന്നില്ല. ഇത് 180 വാട്ടിൻ്റെ ഞാൻ മേലെ കാണിച്ചു തരാം. 180 വാട്ടിൻ്റെ നമുക്ക് 5 പാനലല്ലേ ഏട്ടാ? 5 പാനൽ 5 എണ്ണം. അത് 150-ൻ്റെ 150-ൻ്റെ ഒരെണ്ണം, 100-ൻ്റെ 2 എണ്ണം. അപ്പോൾ ഒരു 2 kVA സിസ്റ്റം ആണത്. കാരണം നമുക്കിത് നമുക്കൊന്ന് മാറ്റിയിട്ട് നോക്കി നോക്കാം അല്ലേ അരിസേ? ഡയോഡ് ഷോർട്ടാണ്, ജസ്റ്റ് മാറ്റിയിട്ട് നോക്കി നോക്കാം പാനൽ വർക്ക് ചെയ്യുന്നുണ്ടോ വലിയ കാര്യങ്ങൾ. ഓക്കെ,
ഈ പിടിക്കാൻ അതില്ല ഇതില്ല എന്താ നിങ്ങൾ ഇതുകൊണ്ട് പിടിച്ചിക്കണമെന്ന് പറയുന്നത് അപ്രതീക്ഷിതമാണ്. കിട്ടിയ സംഭവങ്ങൾ ആയുധമാക്കുക, അത്ര തന്നെ പറയാം. ചിലപ്പോൾ അതിന് കുറേ ചോദ്യങ്ങളുണ്ട്, എന്താ ചെങ്ങായി ആ സാധനം കൊണ്ടൊക്കെ എടുത്തുകൊള്ളെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതിന് മുൻകൂർ ജാമ്യം എടുക്കല്ല പക്ഷേ. ഓക്കെ, ഇനി നമുക്ക് പുതിയ ഡയോഡ് നമുക്ക് ഓക്കെ. ഇതേ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ നോക്കണം കേട്ടോ, അല്ല മാറിക്കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രോബ്ലം ആകും. അപ്പോൾ അത് അറിയാത്തവരാരും ഓൺ കൊടുത്താലല്ലേ ഞാനിത് കണക്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇതിന് പോസിറ്റീവ് ഭാഗം നെഗറ്റീവ് ഭാഗമൊക്കെ വരുന്നുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റും നമുക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. നോക്കി നോക്കൂ, നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവിൻ്റെ ഭാഗം നമ്മൾ ഡയോഡുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് നേരെ നമ്മൾ ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, പാനൽ വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ ഓക്കെ, നമ്മൾ അതിൽ വോൾട്ട് നോക്കി നോക്കൂ അരിച്ച്, അതിൽ 20 വോൾട്ട് അല്ലേ? ഇത് എത്ര വർഷമായി ചേട്ടാ? ഇത് ഇപ്പോൾ ഒരു 3-4 വർഷമായി അല്ലേ? ഇപ്പം നമുക്ക് ഇത് 150 വാട്ടിൻ്റെ പാനലാണ് കേട്ടോ. അതിൽ 21.90 വോൾട്ട് കാണിക്കുന്നുണ്ട്. നോക്കി നോക്കൂ. ഓക്കെ, അപ്പോൾ നമുക്ക് 20 വോൾട്ട് കിട്ടും. 19-20 വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നോക്കി നോക്കൂ, ഇത് പ്രോബ് കറക്റ്റ് ആണെന്ന് നോക്കി നോക്കൂ. 20 വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ആംബിയറും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം അല്ലേ സാർ? തീർച്ചയായും. ഓക്കെ, ഇതിപ്പോൾ രാവിലെ 7:30 സമയം. ഇപ്പോൾ എത്ര? ഇപ്പോൾ 7:17 ആയിട്ടുള്ളൂ കേട്ടോ. കാരണം അതിൻ്റെ വോൾട്ടാണ് ഇപ്പോൾ കാണിച്ചത്. ജസ്റ്റ് ഇത് എല്ലാവരും ഇങ്ങനെ ഷോർട്ട് ചെയ്തിട്ട് കേട്ടോ, അതൊരു 15 സെക്കൻഡിലപ്പുറം ഷോർട്ട് ചെയ്തിട്ട് പാനലും ഡയോഡൊക്കെ ഷോർട്ടാവും. അങ്ങനെ ചെയ്യരുത്, ഇത് നിങ്ങൾ ചെക്കിങ്ങിന് മാത്രം വേണ്ടി ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് ആംബിയർ കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ 1 ആംബിയർ അല്ലേ സാർ? അത് ഇതിൻ്റെ കാഠിന്യം തുടങ്ങുന്നേ ഉള്ളൂ. ഇതിൽ മാക്സിമം അതെ 8 സംതിങ് ആംബിയർ അതിൽ കാണിക്കുന്നുണ്ട്. അതിലിപ്പോൾ നമുക്ക് നിങ്ങൾക്കറിയാലോ 7:15 സമയത്ത് നമുക്ക് കിട്ടുന്ന ആംബിയർ 1 ആംബിയർ. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പേ ഞങ്ങൾ ആ പാനൽ ചെക്ക് ചെയ്തപ്പോൾ 0.5 ഉള്ളൂ. കാരണം വെയിലിൻ്റെ ആ ഒരു രശ്മി കൂടി വരുന്നുള്ളല്ലോ. ഓക്കെ, ഇപ്പോൾ 1.1 ആയി. ഓക്കെ, ഇനി സമയം ചെയ്യാൻ പാടില്ല, കാരണം ജസ്റ്റ് ചെക്കിങ്ങിന്, കാരണം ഷോർട്ടിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെക്കിങ്ങിന് വേണ്ടി മാത്രം കേട്ടോ. അങ്ങനെ ഒരിക്കലും നിങ്ങൾ കണക്ഷൻ ചെയ്യുമ്പോൾ ഷോർട്ട് ചെയ്ത് വരരുത്. അറിയാതെ കണക്ഷനൊക്കെ സീരീസ് ചെയ്യുമ്പോൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ക്ലോസ് ചെയ്ത് വെക്കുക. നമ്മളിപ്പോൾ ഈ ഒരു ഇതും ക്ലോസ് ചെയ്ത് നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഫ്രീ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് നൂലാമാലകളുണ്ട്, ഇത് മുമ്പേ ഒരു കണക്ഷൻ ചെയ്തതാണ്. അപ്പോൾ അതിലെല്ലാം പോരായ്മകൾ നമ്മൾ തീർക്കുക എന്നാണ്. ഇത് ഒട്ടും തന്നെ നമുക്ക് താഴേക്ക് ഇതിൻ്റെ കണക്ഷൻ നമുക്കൊന്നും കിട്ടുന്നില്ലാണ്ടാവും. ഓക്കെ ഫ്രണ്ട്സ്, ഇവരുടെ റൂമിൻ്റെ ഭാഗത്താണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ MPPT കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് നമ്മുടെ അല്ല. ഇവിടെ നിലവിൽ വേറൊരു MPPT ഉണ്ടായിരുന്നു, ഒരു 30 ആംബിയറിൻ്റെ. നിങ്ങൾക്കറിയാലോ, 12-നും 24-നും വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്കറിയാലോ. അതിൻ്റെ ദൂഷ്യപ്പരപ്പോൾ ഒരാൾ ചോദിച്ചു, എന്താ നിങ്ങളിതിൽ നമ്മൾ വീഡിയോയിലൂടെ ഒന്ന് പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിച്ചു, നിങ്ങൾ ഓൺലൈനിൽ വരുമെന്നൊക്കെ ചോദിച്ചു. അതെന്താ ചോദിച്ചാലേ, നമ്മൾ ഈ 30 ആംബിയർ 40 ആംബിയർ 50 60 ആംബിയറൊക്കെ വരുന്നുണ്ട്. ഈ 12 വോൾട്ടിലും 24 വോൾട്ടിലും ഓട്ടോമാറ്റിക് ഡിക്റ്റേറ്റ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്, ഒരു ബാറ്ററിയിൽ 2 ബാറ്ററിയിലും. അപ്പോൾ ചില ആളുകൾ ചോദിക്കുമ്പോൾ എനിക്ക് ഇനി ഭാവിയിൽ 2 ബാറ്ററി വെക്കുമ്പോൾ 24 വർക്ക് ചെയ്യുക, അപ്പോൾ നമ്മുടെ ഇൻവെർട്ടർ മാറ്റണം, അപ്പോൾ നമുക്ക് പാനൽ കൂട്ടണം, അപ്പോൾ നമ്മുടെ ബാറ്ററി ഒക്കെ മാറും. അപ്പോൾ നമ്മൾ ഈ ഒരു MPPTക്ക് വേണ്ടി ആ ഒരു ചെറിയൊരു ലാഭത്തിന് വേണ്ടി ചെയ്യുമ്പോൾ എന്താ വിഷയം ചോദിച്ചാൽ, 12-ന് 24 വർക്ക് ചെയ്യുമ്പോൾ ഇലക്ട്രോണിക്സ് ഇതിൻ്റെ ഭാഗങ്ങൾ അറിയുന്ന ആളുകൾക്കറിയാം, ഈക്വൽ കമ്പോണൻസ് ഇപ്പോൾ 12-24 അതിൻ്റെ ഈക്വലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഈക്വലായിട്ടുള്ള കമ്പോണൻസുകളാണ് ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലാതെ ഒരു സ്വിച്ചിങ് ഒന്നും അല്ലത്. ഓക്കെ, അപ്പോൾ ഈ ബോർഡുകളിലൂടെ കയറി നമ്മുടെ ഈ റെസിസ്റ്റൻസ് ഇതിന് വാല്യൂകൾ കറക്റ്റ് ഈക്വൽ ചെയ്യുമ്പോൾ അവിടെ നമുക്കൊരു ലോസ് ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിപ്പോൾ നമ്മൾ അവർ ശരിയാക്കി കൊടുക്കുന്നതാണ്, പക്ഷേ അതിൽ കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാട്ടോ നമ്മളല്ലാതെ നമ്മൾ സാധനങ്ങളൊന്നും മാറ്റമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മളെ വീഡിയോയിൽ ഒരാൾ ചോദ്യം ചോദിച്ചേ, നിങ്ങൾ തിരുവനന്തപുരത്ത് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നമ്മൾ ആ പാനൽ നിങ്ങൾ മിസ്യൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ പാനലിൽ നമ്മൾ അങ്ങനെ മിസ് ചെയ്യുന്നില്ല, അത് അവർ വേറൊരാളുകൾക്ക് നമ്മൾ മറ്റുള്ള വീഡിയോകളിൽ ഓരോ പ്രതികരണം പറയാം കേട്ടോ. ആ പാനൽ മറ്റുള്ള ഒരാൾക്ക് അത് ഓൾറെഡി സെയിലായിട്ടുണ്ട്, അല്ലെ കൂട്ടത്തിൽ പറയാം. മുമ്പത്തെ ഒരു വീഡിയോയിൽ അങ്ങനെ 1-2 ചോദ്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താണ്. ഓക്കെ, ഏതായാലും ജോർജ് ഏട്ടനോട് തന്നെ നമ്മൾ ബാക്കി കാര്യങ്ങൾ ചോദിക്കാം. ഏതായാലും നമ്മൾ MPPT മാറ്റേണ്ട ആവശ്യമുണ്ടായപ്പോൾ മാറ്റിയതാട്ടോ. ഇപ്പൊ ഏതായാലും അതിന്റെ മാറ്റങ്ങൾ ജോർജ് ഏട്ടൻ പറഞ്ഞു തരും. ഇത് നന്നാക്കി ഇപ്പൊ ഇടിവെട്ടിൽ കംപ്ലൈന്റ് വന്നതാണ്, അതിനുശേഷം നന്നാക്കി കൊണ്ടുവന്ന് അവർ ഫിറ്റ് ചെയ്തതാണ്. പക്ഷെ ഇത് കട്ട് ഓഫ് ആവണ്ടായില്ല, ഇത് കണ്ടിന്യൂ വർക്കിംഗ് ആയിരുന്നു KSEB.
പക്ഷെ ഇപ്പൊ ഇത് വെച്ചതിന് ശേഷം നമുക്ക് ആംബിയറും കൂടി അത് കട്ട് ഓഫ് ആയി KSEB കട്ടാക്കി പ്രോപ്പർ വർക്കിംഗ് ആണ് ചെയ്യുന്നത്. അതെ, നിങ്ങൾക്ക് മുമ്പത്തെ ആംബിയർ ഒക്കെ നിങ്ങൾക്ക് അറിയാം. ആംബിയർ ഭയങ്കര മാറ്റമുണ്ട്. 15 ആംബിയറാണ് മുന്നേ മാക്സിമം. അതിന്റെ മേലേക്ക് കണ്ടിട്ടില്ല. അത് എന്റെ ഒരു കാൽക്കുലേഷൻ 30 ആംബിയർ വരെയൊക്കെ വരാം. കാരണം അവിടെ ഒരു 1050 വാട്ടായിരുന്നു. നമ്മൾ ഈ അതിലൊരു 180 ഒരു 150 അതിൽ കാൽക്കുലേഷൻ ഉണ്ട്. അപ്പൊ നമുക്കൊരു 900 എന്നൊക്കെ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലും എൻ്റെ ഒരു കാൽക്കുലേഷനിൽ നമുക്ക് ആ പാനലിന്റെ മാക്സിമം ഒരു 90% നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് മാക്സിമം ഇപ്പൊ 12 സംതിങ് ആണ് ആംബിയർ ലൈവിലാണ് വർക്ക് ചെയ്യുന്നത്. ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇതിന്റെ ബാറ്ററി എവിടെ നിങ്ങൾ ചോദിക്കൂട്ടോ. ഇതിപ്പോ നിലവിലൊരു പ്രൈമറി സെക്കൻഡറി ഫുൾ കോപ്പറിൽ ഇൻവെർട്ടർ ആണെന്ന് തോന്നുന്നുണ്ട്. ഒരു അസംബിൾഡ് ഇൻവെർട്ടർ ഒന്നും നമ്മളതല്ല. ഇതിന്റെ പുറം ഭാഗത്താണ് വെച്ചിരുന്നത്. അതുകൂടി കാണിച്ചിട്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത കൂടി കാണിച്ചിട്ട് നമുക്ക് ഇവിടെ വീഡിയോ അവസാനിപ്പിക്കാം. നവാസ് നടുമുറ്റത്തിന് കയറി നിൽക്കുന്നുണ്ട്. നമ്മളെ ജോർജേട്ടന്റെ ഹാള് കഴിഞ്ഞ് അല്ലെ ഹാള് ഭാഗത്ത് അല്ലെ അവിടെ നല്ല ഭംഗിയുള്ള സംഭവങ്ങളല്ലേ അത് കാണാൻ കാഴ്ച കൂടി. ഫിഷൊക്കെ ഉണ്ട്, എങ്ങനെ മീനൊക്കെ ഉണ്ട്. അത് മീനൊക്കെ ഉണ്ട്. അത് ജസ്റ്റ് ഇപ്പൊ കാണില്ല വെള്ളത്തിന്റെ ഇത് കാരണം. നമ്മളെ ഒരുപാട് വീടുകളിൽ കയറില്ല. ഇത്ര ഒരു മനോഹരമായിട്ട് വീടിന് ഫ്രണ്ട് ഭാഗത്തുണ്ട് കയറുമ്പോൾ ആളിൻ ഭാഗത്തേക്ക് കയറുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാഴ്ചയിൽ. ഒന്ന് നോക്കി നോക്കൂ. ഇനി ഏതായാലും നമുക്ക് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ കേൾക്കില്ല. ജോർജേട്ട അത് എപ്പോഴത്തെ ഫുൾ ടൈം ഇങ്ങനെ ഇടാറാണ്. ഒന്ന് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സംസാരികൾ കേൾക്കില്ല. ഏതായാലും നമുക്ക് വേണ്ടി ജോർജേട്ട ഓഫ് ചെയ്തിട്ട് ഇവിടുത്തെ പ്രത്യേകതകൾ ഒരുപാടുണ്ട്. ഇത് മാത്രമല്ല ഇവിടെ ഈ ചുമര് കാര്യങ്ങൾ ഈ വീട് സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന നമ്മുടെ കല്ലുമേ ഹോളോ ബ്രിക്കുമോ ഒന്നുമല്ല. അതിൻ്റെ മാറ്റങ്ങൾ നമ്മുടെ അതിൻ്റെ കാര്യങ്ങൾ ജോർജേട്ടനെ കുറിച്ച് പറയും. ഓക്കെ, നമ്മുടെ ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെ GFRG പാനലിംഗ് ഉപയോഗിച്ച് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. അതിന്റെ സർട്ടിഫിക്കേഷൻ ചെയ്ത് അവിടെ നോക്കി നിങ്ങൾ FACTയുടെ സർട്ടിഫിക്കേഷൻ ഇതല്ലേ സർട്ടിഫൈ ചെയ്തതാണ്. അപ്പൊ FACTയുടെ പാനൽ ഉപയോഗിച്ചാണ് നമ്മൾ ഈ വീട് പണിതത്. ഓക്കെ, ഇതിന്റെ ചുമരിന്റെ കനം എന്ന് പറഞ്ഞാൽ 5 ഇഞ്ചാണ് തിക്നെസ്. ഒന്ന് വരും നമുക്ക് ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കാൻ. അതെ, അപ്പൊ ഇത് 5 ഇഞ്ച് വെച്ച് ചിലപ്പോൾ ഓളോ ബ്രിക്കാണോ അതാണ് ഇതാണ് ഇത് GFRG എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണ്. ശരി, റീഇൻഫോഴ്സ്ഡ് ജിപ്സം എന്നാണ് പറയാ ഫുൾ ഫോം. അത് ഉപയോഗിച്ചാണ് ഈ വീട് മുഴുവനും വാർക്കയും എല്ലാതും ഈ ലൈറ്റ് ഒക്കെ പിടിപ്പിച്ചാണ് ജിപ്സം ജിപ്സം ഒക്കെ ചെയ്യുമല്ലോ. ആ ഒരു ഫീൽ ആയിട്ട് എനിക്ക് ചോദിച്ചു സാറിനോട് ഇതെന്താ ഇവിടെ നിങ്ങൾ ജിപ്സം. അപ്പൊ അതല്ല ഈ എന്താ ഇതിന് പറയുക മെറ്റീരിയൽ പറയുക. ഇതിന് GFRG എന്ന് പറയും. എനിക്കതിനെ കുറിച്ച് അറിയില്ല കേട്ടോ. GFRG പാനൽ. അപ്പൊ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഗ്യാപ്പാണ്. ഈ ചുമരിന്റെ ഉള്ളിൽ ഫുള്ള് കോൺക്രീറ്റ് അടച്ചിട്ടുണ്ട്. പക്ഷെ ഈ സീലിംഗിന്റെ ഒരടി ഇടവിട്ട് ഗ്യാപ്പാണ്. ഇതുകൊണ്ട് നമുക്ക് എന്താണ് ഇതിന്റെ ഒരു ലാഭം, ഇതിന്റെ ഗുണം എന്താണ്? ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാർപ്പറ്റ് ഏരിയ നമുക്ക് കൂടുതൽ കിട്ടും. സാധാരണ വീട് പണിയുന്ന നോക്കുമ്പോ 9 ഇഞ്ച് ഒക്കെ ഒരു 2000 സ്ക്വയർ ഫീറ്റ് വീട് പണിത 200 സ്ക്വയർ ഫീറ്റ് നമുക്ക് കിട്ടും കാർപ്പറ്റ് ഏരിയയിൽ കിട്ടും. പിന്നെ രണ്ടാമത്തെ ടെമ്പറേച്ചർ ഒരു 4 ഡിഗ്രി ഒക്കെയാണ് അവര് പറയുന്നത്. വ്യത്യാസം ഉണ്ടാവും നിലവില് ആംബിയൻ ടെമ്പറേച്ചറും അകത്തെ ടെമ്പറേച്ചറും 4 ഡിഗ്രിയുടെ വ്യത്യാസം ഉണ്ടാവും. അത് എക്സ്പെൻസ് വലിയ വ്യത്യാസമില്ല, പക്ഷെ കുറച്ച് കുറവ് വരും. അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യണമെങ്കിൽ. എന്തായാലും നമ്മുടെ കാഴ്ചയിൽ ഇത് പുതിയൊരു ടെക്നോളജി. ഇതിപ്പോ ഒരു 3 കൊല്ലം. പിന്നെ ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇതുമായിട്ട് 2 വർഷം മുമ്പേ ഒരു യൂട്യൂബർ, ഫേമസ് യൂട്യൂബർ തന്നെ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ചാനൽ കൂടി സാറൊന്ന് പറഞ്ഞു. അത് എക്കോൺ മീഡിയ എന്ന് പറഞ്ഞ ചാനലില് നമ്മുടെ ഒരു ഇത് കിടക്കുന്നുണ്ട്, യൂട്യൂബ് വീഡിയോ. ഈ വീടിന്റെ വിശദമായ ഡീറ്റെയിൽസ്. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ഓരോ ഭാഗത്തും ഇപ്പൊ നമ്മുടെ സർവീസും കാര്യങ്ങൾക്ക് വന്നാ അപ്പൊ അവിടുത്തെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ നമ്മളത് ഉൾപ്പെടുത്തും. പുറം ഭാഗത്താണ് വെച്ചിട്ടുള്ളത്. റൂമിന് നേരെ പുറം ഭാഗത്തേക്ക് 150 എച്ചിന്റെ സീറ്റ് സോളാർ 5 ഇയർ റീപ്ലേസ്മെന്റ് 2 ബാറ്ററിയാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ ഞങ്ങൾ നോക്കിയപ്പോൾ ഇപ്പോൾ കടന്നലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് പോകണില്ല. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഏതായാലും ഞങ്ങളൊരു ഇൻസ്റ്റാളിങ്ങിൻ്റെ ഭാഗമായിട്ട് പോയിട്ട് ഒരു വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇവിടെ നമുക്ക് ഈ വീടിൻ്റെയൊക്കെ പ്രത്യേകത ഇവിടുത്തെ എന്തൊക്കെ നമുക്ക് ആളുകൾക്ക് കാണിച്ചു തരണമല്ലോ. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോ വന്ന്. അല്ലാതെ നമ്മളൊരു MPPT ആരുടെ സർവീസിനൊക്കെ മോശപ്പെടുത്താനോ ഒന്നുമല്ല. നമ്മൾ അതിൻ്റെ രീതിയിൽ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമ്മൾ കണക്ട് ചെയ്തതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചെയ്യണ പണി നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യണം. ഏതായാലും നമ്മളിവിടെ വീഡിയോ നമ്മുടെ
ജോർജ് ഏട്ടൻ്റെ അനുമതിയോട് അതുപോലെ ആരിസിന് ക്യാമറമാൻ ആരിസിന് അനുമതിയോടുകൂടി നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും നമ്മൾ കേരളത്തിൻ്റെ പല ഭാഗത്തേക്കും നമ്മൾ ഇൻസ്റ്റാളിംഗ് ആയിട്ട് നമ്മൾ പോകുന്നുണ്ട്. ഒട്ടനവധി നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ വരാം. നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്. അപ്പോഴാണ് അതിന്റെ പൂർണ്ണത. ആ വെള്ളച്ചാട്ടം കൂടി അതിൽ വേണം. അതെ അതെ. അല്ല അല്ലെങ്കിൽ ഭംഗിയുണ്ട്. അതെ കിട്ടും. മുളകളൊക്കെ ശരിക്കും 3D കിട്ടി തന്നെ. ഇത് 3D